പിന്നെ നമുക്ക് കുറച്ച് മാത്സ് പഠിക്കാം. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? ബേസിക് ലോജിക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ പോർഷനാണ് ഇപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. പ്രപ്പോസിഷണൽ ലോജിക് എന്നാണ് ആദ്യത്തെ പോർഷൻ വരുന്നത്. പിന്നെ വരുന്ന പ്രപ്പോസിഷണൽ ഈക്വലൻസ്, പിന്നെ പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇൻട്രഡക്ഷൻ പോലെ തന്നിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ മാത്തമാറ്റിക്കൽ ലോജിക്കിനെ നമുക്ക് രണ്ട് സ്ട്രീമായിട്ട് പറയാം. പ്രപ്പോസിഷണൽ കാൽക്കുലസ് എന്നും പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്നും പറയാം. അതിൽ പ്രപ്പോസിഷൻ കാൽക്കുലസിൽ വരുന്നത് സെൻറ്റൻസസ് ആയിരിക്കും. പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ വരുന്നത് പ്രെഡിക്കേറ്റ്സ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ തന്നെ ലാസ്റ്റ് പോർഷനിൽ പ്രെഡിക്കേറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ പറയുന്നില്ല. പ്രപ്പോസിഷൻ കാൽക്കുലസിനകത്ത് എന്താ വരുന്നത്? സെൻറ്റൻസസ് ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. ഈ സെൻറ്റൻസസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആകാം. ഡിക്ലറേറ്റീവ് ആകാം, അല്ലെങ്കിൽ നോൺ ഡിക്ലറേറ്റീവ് ആകാം. ഡിക്ലറേറ്റീവ് ആയിട്ടുള്ളവരെ എന്താ ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസസുകൾ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും അവിടെ പറയുന്നത്. ഒന്നില്ലെങ്കിൽ അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇനി നോൺ ഡിക്ലറേറ്റീവ് ആയിട്ടുള്ളവർ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഡിക്ലറേറ്റീവ് അല്ലാത്തവർ കേട്ടോ, അത് എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ ആയിട്ടുള്ളതാണ് തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമാൻഡാണ് തരുന്നതെങ്കിൽ അതിന്, അല്ലെങ്കിൽ റിക്വസ്റ്റും ആകാം കേട്ടോ, റിക്വസ്റ്റോ കമാൻഡോ എക്സ്ക്ലമേഷനോ ക്വസ്റ്റ്യനോ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും? നോൺ ഡിക്ലറേറ്റീവ് എന്ന് പറയും. ഈ നോൺ ഡിക്ലറേറ്റീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഒന്ന് നോക്കുക, ട്രൂവോ ഫോൾസോ അല്ലാത്തുള്ളവരെല്ലാം ഇതിനകത്ത് വരും, നോൺ ഡിക്ലറേറ്റീവിനകത്ത് വരും. ട്രൂവോ ഫോൾസോ ആയിട്ടുള്ളവർ ഡിക്ലറേറ്റീവിനകത്തും വരും. അല്ലെ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് അതെല്ലാം ഡിക്ലറേറ്റീവിനകത്ത് വരും. അപ്പോൾ ഇതാണ് നമുക്ക് അങ്ങോട്ടും പഠിക്കാനുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, പ്രപ്പോസിഷണൽ ലോജിക്ക്. ഇനി ലോജിക്കിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ലോജിക് ഈസ് ദ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റീസണിങ്. അതായത് നമുക്കൊരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ചെയ്യുക, അതിനെ റീസണിങ് ചെയ്യുന്നതിന് ഉള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ടെക്നിക്സ്, ഏതൊക്കെ പല മെത്തേഡുകൾ കാണുമല്ലോ. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ ലോജിക്ക് എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ ലോജിക്കലി ചെയ്യുക, ആ ഒരു രീതി, അതിനെ ആണ് നമ്മൾ ലോജിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രപ്പോസിഷൻ എന്ന് നമുക്ക് നോക്കാം. A proposition is a declarative sentence, a sentence that declares a fact that is either true or false but not both. അപ്പം ഒരു പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ എന്താ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്? ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം അതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഒന്നുകിൽ ട്രൂ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഒരു സെൻറ്റൻസ് തന്നെ ട്രൂവും ഫോൾസും ആകാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ തന്നെ സത്യവും കള്ളവും പറയാൻ പാടില്ല, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യവും ശരിയായിട്ടുള്ള കാര്യം ഒരു സെൻറ്റൻസിൽ തന്നെയാണെങ്കിൽ നമുക്ക് അതിന് ഡിക്ലറേറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഒരു സെൻറ്റൻസിൽ അത് ഫുൾ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഫുൾ എന്തായിരിക്കണം? തെറ്റായിരിക്കണം, ഫോൾസ് ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സെൻറ്റൻസ് ദാറ്റ് ഡിക്ലെയർസ് എ ഫാക്റ്റ്. ഒരു ശരിയായിട്ടുള്ള, അതായത് ഒരു എന്താ പറയുന്നത്, നടന്നിട്ടുള്ള ഒരു കാര്യം, ഒരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അത് ആ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. ട്രൂവും ഫോൾസും കൂടെ ഒരുമിച്ച് വരത്തില്ല. അപ്പോൾ അത്രയും മനസ്സിലാക്കുക. ഇനി ഈ പ്രപ്പോസിഷനെ ഓൾസോ നമ്മൾ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും പറയും. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രൂവോ ഫോൾസോ ആയിട്ടുള്ളവർ മാത്രമാണ് പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി പ്രപ്പോസിഷൻ അല്ലാതെ വരുന്ന സെൻറ്റൻസസുകളും ഉണ്ട്. നമ്മൾ മുമ്പേ ഇപ്പോൾ കണ്ടത് ഇവിടെ കണ്ടിരുന്നു, നോൺ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞ് കണ്ടിരുന്നു അല്ലേ ഇത്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അപ്പം പ്രപ്പോസിഷൻ അല്ലാതെ വരുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ പ്രപ്പോസിഷൻസ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രപ്പോസിഷൻസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അപ്പം നമ്മൾ പറഞ്ഞു ട്രൂ ഓ ഫോൾസോ എന്ന്. അപ്പോൾ അതല്ലാത്ത സെൻറ്റൻസസുകൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി
ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കമാൻഡായിട്ടോ റിക്വസ്റ്റ് ആയിട്ടോ ആണ് വരുന്നതെങ്കിൽ അവരെന്തല്ല, പ്രൊപ്പോസിഷൻ അല്ല. അപ്പോൾ പ്രൊപ്പോസിഷൻ ആയിട്ടല്ലാത്തവർ ഏതൊക്കെയാണ്? ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്, കമാൻഡ്, അതായത് നമ്മൾ ഓർഡർ ചെയ്യത്തില്ലേ, ഓർഡർ അല്ലെ കമാൻഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് വരുന്നത്, അതൊന്നും തന്നെ പ്രൊപ്പോസിഷൻ്റെ കാറ്റഗറിയിൽ വരത്തില്ല. അത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഇനി എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 + 2 = 4. അത് ട്രൂ ആണ് അല്ലേ? അപ്പോൾ അതെന്താണ്? പ്രൊപ്പോസിഷൻ ആണ്. 2 + 2 = 4 ആണ്. രണ്ടും കൂട്ടിയാൽ 4 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാം തന്നെ ട്രൂ ആണ്. അപ്പോൾ എന്താണ്? അത് പ്രൊപ്പോസിഷൻ കാറ്റഗറിയിൽ വരും. ഇനി 4 - 2 = 1. 4 - 2 എത്രയാ? 4 അല്ല, 4 - 2 1 അല്ല, 4 - 2 2 ആണ്. അപ്പോൾ നമ്മളെന്താ, ഇവിടെ 1 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫുള്ളും തെറ്റാണ്. സോ കുഴപ്പമില്ല, അതും പ്രൊപ്പോസിഷനകത്ത് തന്നെ വരും. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നാണ് പറയുന്നത്. ഇനി താജ്മഹൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ കേരള ആണോ? അല്ല, താജ്മഹൽ കേരളയിലല്ലല്ലോ, കേരളത്തിലല്ല. അപ്പോൾ അതും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അത് ഇതിനകത്ത് വരും, ഫോൾസ് ആയതുകൊണ്ട്, ഫോൾസോ ട്രൂ ആയാൽ മതി എന്നേ ഉള്ളൂ നമുക്ക് പ്രൊപ്പോസിഷൻ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ അതുവരെ ഇതിനകത്ത് വരും, അവരും പ്രൊപ്പോസിഷനായിട്ട് വരും. അപ്പം പ്രൊപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് മൂന്നും ഇവിടെ തന്നിരിക്കുന്ന മൂന്നും പ്രൊപ്പോസിഷൻസിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് നോക്കാം. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ നിന്ന് കുറച്ച് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് അതിൽ പ്രൊപ്പോസിഷൻസ് ഏതാണ് കണ്ടുപിടിക്കാനായിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, 4 is an even number. 4 ഒരു ഈവൻ നമ്പറാണ്. 4 ഒരു ഇരട്ട സംഖ്യയാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ അതെന്താ? പ്രൊപ്പോസിഷൻ ആണ്. ട്രൂ ആണല്ലേ? അപ്പോൾ അത് പ്രൊപ്പോസിഷനകത്ത് വരും. ഇനി അടുത്ത നോക്കിയേ, 15 is a prime number. 15 ഒരു പ്രൈം നമ്പർ ആണെന്നാണ് പറയുന്നത്. 15 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല, 15 പ്രൈം നമ്പർ അല്ല. അപ്പോൾ അത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കെന്താ? അതും പ്രൊപ്പോസിഷനകത്ത് വരും. ഓക്കെ, ഞാൻ ടിക്ക് ഇടുന്ന പ്രൊപ്പോസിഷനകത്ത് വരുന്നതെന്നെയാണ് കേട്ടോ ഞാൻ ടിക്ക് ഇട്ട് വിടുന്നത്. അത് ഫോൾസ് ആണെങ്കിലും അത് പ്രൊപ്പോസിഷനകത്ത് വരും. ഇനി ഹൗ ഓൾഡ് ആർ യു? അതൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ എന്താ മുമ്പേ പറഞ്ഞേ? ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്ന സെൻറ്റൻസുകളെ നമ്മൾ എന്തായിട്ട് എടുക്കത്തില്ല? പ്രൊപ്പോസിഷനായിട്ട് എടുക്കത്തില്ല. അതൊരു നോൺ ഡിക്ലറേറ്റീവ് സെൻറ്റൻസാണ്. ഡിക്ലറേറ്റീവ് ആയിട്ടുള്ളവരെ മാത്രമേ നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നവരെ മാത്രമേ നമ്മൾ എന്തായിട്ട് എടുക്കുകയുള്ളൂ? പ്രൊപ്പോസിഷനായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് നോൺ ഡിക്ലറേറ്റീവ് ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അത് പ്രൊപ്പോസിഷൻ അല്ല. ഇനി x + y = 12. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. x + y = 12 എന്ന് പറഞ്ഞ് നമുക്ക് തരുവാണ്. ഇവിടെ നമ്മൾ എക്സിനും വൈക്കും ഒരു പർട്ടിക്കുലർ വാല്യൂ ഇട്ടാൽ ചിലപ്പോൾ അത് ട്രൂ ആകാം, ചിലപ്പോൾ അത് ഫോൾസ് ആകാം. പക്ഷേ നമ്മളോട് ഇവിടെ ഒരു വാല്യൂ തന്നിട്ടില്ല. നമുക്കൊരു x + y = 12 എന്ന് പറഞ്ഞിട്ടേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കതെന്താ? ഡിക്ലറേറ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല, പ്രൊപ്പോസിഷനായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ മനസ്സിലായോ പറഞ്ഞത്? അതായത് x + yക്ക് നമ്മൾ ചിലപ്പോൾ ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ അത് ഡിക്ലറേറ്റീവ് ആയെന്നിരിക്കാം. അതായത് ഇപ്പോൾ എക്സും വൈയും 6 ആണ് എങ്കിൽ 6 + 6 12 ആയെന്നിരിക്കാം. പക്ഷേ അത് നമുക്ക് അസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണെന്ന് ഉറപ്പായിട്ടുള്ളവരെ മാത്രമേ നമുക്ക് പ്രൊപ്പോസിഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇതിൻ്റെ കാര്യം നമുക്ക് ഉറപ്പില്ല. കാരണം എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഫോൾസ് ആണ് ട്രൂ ആണെന്ന് ഉറപ്പിച്ച് പറയാം. ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടും ഇതും എന്ത് വരത്തില്ല? പ്രൊപ്പോസിഷൻ വരത്തില്ല. ഇനി x + y + z = 16 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ കണ്ടോ? എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ x = 2 എന്നും y 8 എന്നും z 6 എന്നും തന്നിട്ടുണ്ട്. അപ്പം 8 2 10 6 16 തന്നെ വരും. അത് കറക്റ്റ് ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ? ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പറയാം അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് അതെന്താണ്? പ്രൊപ്പോസിഷനകത്ത് വരും. ഇനി 15 is a multiple of 2. 15 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ എന്ന്? അല്ല, അത് തെറ്റാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് എന്താണ്? 15 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അപ്പം അത് ഫോൾസ് ആണ്. ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ എന്ത് പറയും? പ്രൊപ്പോസിഷൻ ആണ്. പ്രൊപ്പോസിഷൻ കാറ്റഗറിയിൽ വരും. ഇനി മൺഡേ ഈസ് എ ഹോളിഡേ. മൺഡേ ഹോളിഡേ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, മൺഡേ ഹോളിഡേ ആണ് എന്ന് പറയുന്നു. പക്ഷേ എല്ലാ മൺഡേകളും
ഹോളിഡേ ആണോ? അല്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? അത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോൾസ് ആകുമ്പോൾ എന്ത് വരും? പ്രപ്പോസിഷൻ ആണ്. കുഡ് യു ഹെൽപ്പ് മീ? അതൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്ത് വരുമല്ല? പ്രപ്പോസിഷൻ ആവത്തില്ല അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് പ്രപ്പോസിഷൻ അല്ല. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പ്രപ്പോസിഷൻ, ഏതൊക്കെയാണ് പ്രപ്പോസിഷൻ അല്ലാത്ത നോൺ ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസസുകൾ ഏതൊക്കെയാണ്, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്തതിലേക്ക് പോകാം. ഓക്കെ. The variables that represent propositions are known as propositional variables or statement variables. Statement variables. They are denoted by using lowercase letter p, q, r, s. അപ്പം പ്രപ്പോസിഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾസിനെ നമ്മൾ എന്താ പ്രപ്പോസിഷണൽ വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വേരിയബിൾസ് എന്ന് പറയും. ഇവരെ നമ്മൾ സ്മോൾ ലെറ്റർ ലോവർ കേസസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അത് പി, ക്യു, ആർ, എസ് നമുക്ക് അങ്ങനെ ആ ഒരു ടേംസിലാണ് നമ്മൾ അതിനെ പറയുന്നതെന്നേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അറിഞ്ഞിരിക്കുക. ഇനി ഒരു പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നോക്കിയേ, ദ ട്രൂത്ത്ഫുൾനെസ് ഓർ ഫാൾസിറ്റി ഓഫ് എ പ്രപ്പോസിഷൻ ഈസ്, പ്രപ്പോസിഷൻ്റെ സ്പെല്ലിംഗ് ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, PRO ആണ് വരേണ്ടത്, അത് ടൈപ്പ് ചെയ്തപ്പം മാറിയതാണ്. പ്രപ്പോസിഷൻ ഈസ് കോൾഡ് ട്രൂത്ത് വാല്യൂ. ദ ട്രൂത്ത്ഫുൾനെസ് ഓർ ഫാൾസിറ്റി ഓഫ് എ പ്രപ്പോസിഷൻ ഈസ് കോൾഡ് ട്രൂത്ത് വാല്യൂ. അപ്പോൾ എന്താണ് ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഒരു പ്രപ്പോസിഷൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് അല്ലെ ഒരു പ്രപ്പോസിഷൻ എത്രമാത്രം ട്രൂ ആണ് അല്ലെങ്കിൽ എത്രമാത്രം ഫോൾസ് ആണ് എന്നുള്ളതിനെയാണ് നമ്മൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഇഫ് ദ പ്രപ്പോസിഷൻ ഈസ് ട്രൂ ദെൻ ദ ട്രൂത്ത് വാല്യൂ ഈസ് ട്രൂ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ T. ഇപ്പം പ്രപ്പോസിഷൻ എന്ന് പറയും, നമുക്ക് തന്നിരിക്കുന്ന പ്രപ്പോസിഷൻ ട്രൂ ആണ് എങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? ട്രൂ ആണ്. അപ്പോൾ പ്രപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ T വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇനി ഇഫ് ദ പ്രപ്പോസിഷൻ ഈസ് ഫാൾസ് വെൻ ദ ട്രൂത്ത് വാല്യൂ ഈസ് ഫാൾസ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ F. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രപ്പോസിഷൻ ഫോൾസ് ആണ് എങ്കിൽ ട്രൂത്ത് വാല്യൂവും ഫോൾസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് F എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൂത്ത്ഫുൾനെസ്. ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രപ്പോസിഷൻ എത്രമാത്രം ട്രൂ ആണ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ ഫോൾസ് ആണോ ട്രൂ ആണോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ട്രൂത്ത് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രൂ ആയിട്ടുള്ള പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കും, അതിനെ നമ്മൾ T വെച്ച് ഡിനോട്ട് ചെയ്യും. ഒരു ഫോൾസ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആയിരിക്കും, അതിനെ നമ്മൾ F വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത്ര മനസ്സിലായല്ലോ അല്ലേ? ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ഉണ്ട്, ഡിഫറെൻ്റ് ടൈപ്പ് പ്രപ്പോസിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, സിമ്പിൾ പ്രപ്പോസിഷൻ. സിമ്പിൾ പ്രപ്പോസിഷൻ. അപ്പോൾ എന്താണ് സിമ്പിൾ പ്രപ്പോസിഷൻ നോക്കിയേ. എനി പ്രപ്പോസിഷൻ ഹൂസ് ട്രൂത്ത് വാല്യൂ ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ഓൺ അനദർ പ്രപ്പോസിഷൻ ഈസ് കോൾഡ് സിമ്പിൾ പ്രപ്പോസിഷൻ. അതായത് ഒരു പ്രപ്പോസിഷൻ whose truth value does not explicitly depend on another proposition. അതായത് ഒരു പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ വേറൊരു പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂവിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നു. ഒരു പ്രപ്പോസിഷൻ നമ്മുടെ കയ്യിലുണ്ട്, രണ്ട് പ്രപ്പോസിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ മറ്റേതിൻ്റെ ട്രൂത്ത് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ പ്രപ്പോസിഷൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? അത്ര ഉള്ള ആ സെൻറ്റൻസുകൾ ഒന്ന് പഠിച്ചു വെക്കുക. എക്സാമ്പിൾ, 3+4i ഈസ് എ കോംപ്ലക്സ് നമ്പർ. 3+4i, അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് 3+4i ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെന്താ? ട്രൂ ആണ്. അതൊരു സിമ്പിൾ പ്രപ്പോസിഷൻ എക്സാമ്പിളാണ്. വേറെ ഒരു കാര്യത്തിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് തന്നേക്കുവാണ്, 3+4i ഈസ് എ കോംപ്ലക്സ് നമ്പർ. അതിൽ നമുക്കൊരു ഡൗട്ട് വരേണ്ട കാര്യമില്ല, അതൊരു സിമ്പിൾ പ്രപ്പോസിഷൻ എക്സാമ്പിളാണ്. ഇനി നോക്കിയേ, നമുക്ക് എപ്പോഴാണ് അതിൽ വ്യത്യാസം വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സിമ്പിൾ പ്രപ്പോസിഷൻ അല്ലാത്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് തന്നേക്കുവാണ് 2 ഈസ് എ ഈവൻ നമ്പർ ആൻഡ് 2 ഈസ് ആൻ ഈവൻ നമ്പർ ആൻഡ് 3 ഈസ് ആൻ ഓഡ് നമ്പർ എന്ന് തന്നേക്കുവാണ്.
അവിടെ കണ്ടോ ആൻഡ് വെച്ചിട്ട് അതിനെ ഡിപ്പെൻഡ് അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു ആൻഡ് വെച്ചിട്ട് രണ്ട് സെൻറ്റൻസുകളെ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളത് സിമ്പിൾ പ്രൊപ്പോസിഷനിൽ വരത്തില്ല. അതായത് ഒരൊറ്റ സെൻറ്റൻസ്, ഒരു കാര്യം പറയുന്ന ഒരൊറ്റ സെൻറ്റൻസ് ആയിരിക്കണം. അതായത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. രണ്ട് പ്രൊപ്പോസിഷൻസ് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രൊപ്പോസിഷനിൽ വരത്തില്ല. ഒറ്റ ഒരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ അതിനെ എന്ത് പറയത്തുള്ളൂ, സിമ്പിൾ പ്രൊപ്പോസിഷൻ ആയിട്ട് നമ്മൾ പറയത്തുള്ളൂ. ഇവിടെ ആൻഡ് വെച്ചിട്ട് രണ്ടിനെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് സിമ്പിൾ പ്രൊപ്പോസിഷൻ്റെ കാറ്റഗറിയിൽ വരത്തില്ല. അപ്പം എന്താണ് സിമ്പിൾ പ്രൊപ്പോസിഷൻ, ഏതാണ് സിമ്പിൾ പ്രൊപ്പോസിഷൻ അല്ലാത്തതെന്ന് മനസ്സിലായല്ലോ. അതാണ് ഈ എക്സാമ്പിൾ വെച്ച് കാണിച്ചേക്കുന്നത്. ഇനി എന്താണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ? അടുത്ത ടൈപ്പാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഫോംഡ് ബൈ കമ്പൈനിങ് ടു ഓർ മോർ സിമ്പിൾ പ്രൊപ്പോസിഷൻ ഈസ് കോൾഡ് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. അപ്പം ഒരു പ്രൊപ്പോസിഷൻ ഫോംഡ് ബൈ കമ്പൈനിങ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ സാധനം ഈ 2 ഈസ് എ ഈവൻ നമ്പർ അത് പറഞ്ഞില്ലേ, അതാണ് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എക്സാമ്പിൾ. അതായത് നമ്മൾ രണ്ട് പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ പ്രൊപ്പോസിഷനാണ്. അപ്പം രണ്ട് പ്രൊപ്പോസിഷനുകളെ അല്ലെങ്കിൽ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷനുകളെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് രണ്ടോ അതിൽ കൂടുതലോ പ്രൊപ്പോസിഷനുകളെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രൊപ്പോസിഷൻ മാത്രമേ അതിനകത്ത് കാണുള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. എന്നാൽ രണ്ട് സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്യുന്നതിനെ നമുക്ക് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയാം. ദ പ്രൊപ്പോസിഷൻ യൂസ്ഡ് ടു കൺസ്ട്രക്ട് എ കോമ്പൗണ്ട് ഈസ് കോൾഡ് ഇറ്റ്സ് കമ്പോണൻസ്. അപ്പോൾ അതായത് അതിൻ്റെ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊപ്പോസിഷനെ നമുക്ക് എന്ത് പറയാം, കമ്പോണൻസ് എന്ന് പറയാം. ഓക്കെ, അത് ഒക്കെ പഠിച്ചിരിക്കുക കേട്ടോ. എക്സാമ്പിളായിട്ട് നോക്കിയേ, 3 + 2 gives an odd number and 4 + 4 gives an even number. അപ്പം മുമ്പ് നമ്മൾ നോക്കിയ അതേ എക്സാമ്പിളാണ്. ആൻഡ് വെച്ചിട്ട് രണ്ട് സെൻറ്റൻസുകളെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത്, കോമ്പൗണ്ട് പ്രൊപ്പോസിഷന് എക്സാമ്പിളാണ്. ഇനി അടുത്ത നോക്ക്, എ ക്വാഡ്രിലാറ്ററൽ ഈസ് എ റോംബസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഡയഗണൽസ് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ്. അത് കണ്ടോ, ആൻഡ് വെച്ചിട്ട് ഇവിടെ ആൻഡ് ഉണ്ട്, ഇവിടെ ആൻഡ് ഉണ്ട്. അപ്പോൾ ഈ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് കോമ്പൗണ്ട് പ്രൊപ്പോസിഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് നോക്കാം. കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ആർ കൺസ്ട്രക്റ്റഡ് ബൈ കമ്പൈനിങ് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് ബൈ കമ്പൈനിങ് അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ആർ കൺസ്ട്രക്റ്റഡ് ബൈ കമ്പൈനിങ് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സിമ്പിൾ പ്രൊപ്പോസിഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ യൂസ് ചെയ്യുന്നതിനെ എന്താ പറയുന്നത്, യൂസ് ചെയ്യുന്ന കമ്പോണൻസ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻഡ്, അവരെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ പ്രൊപ്പോസിഷൻസിനെ കമ്പൈൻ ചെയ്താണ് നമ്മൾ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സിമ്പിൾ പ്രൊപ്പോസിഷനെ നമ്മൾ കമ്പൈൻ ചെയ്യണം. ആ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഇടയിൽ ഇട്ട് കൊടുക്കുന്ന ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻഡ്, കണ്ടോ, ഇവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്തിട്ട് ഈ ആൻഡ് യൂസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ആ ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഫോം എ ന്യൂ പ്രൊപ്പോസിഷൻ ഫ്രം 2 or more എക്സിസ്റ്റിംഗ് പ്രൊപ്പോസിഷൻസ് ആർ കോൾഡ് കണക്റ്റീവ്സ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് പ്രൊപ്പോസിഷനുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ പ്രൊപ്പോസിഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും, കണക്റ്റീവ്സ് എന്നും വിളിക്കും. അതറിഞ്ഞിരിക്കും. അപ്പം ആൻഡ് എന്ന് പറയുന്നതിനെ നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറയാം. അവർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ പറയുന്ന പേരാണ് കണക്റ്റീവ്സ്. അപ്പോൾ അതറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അടുത്ത കുറച്ച് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കണക്റ്റീവ്സിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൺജങ്ഷൻ, ഫസ്റ്റ് വണ്ണാണ് കൺജങ്ഷൻ. അത് ഒന്നില്ലെങ്കിൽ ആൻഡ് ആകാം, അല്ലെങ്കിൽ ബട്ട് ആവാം. ഓക്കെ, നോക്ക്. If P and Q are the propositions, the conjunction of P and Q is the proposition P and Q. ഓക്കെ, അപ്പോൾ ഇവിടെ പിയും ക്യൂവും പ്രപ്പോസിഷൻ ആണെന്ന് വിചാരിക്കുക. പിയും ക്യൂവും രണ്ട് പ്രപ്പോസിഷൻസ് ആണ്. നമ്മുടെ കയ്യിൽ രണ്ട് പ്രപ്പോസിഷൻസ് ഉണ്ട്, പിയും ക്യൂവും.
അപ്പം ഇവരുടെ കൺജങ്ഷൻ, ഈ പിയുടെയും ക്യൂവിൻ്റെയും കൺജങ്ഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൺജങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പി ആൻഡ് ക്യൂ. അവിടെ ആൻഡ് ആണ്, നമ്മൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ആൻഡ് വരും കൺജങ്ഷനായിട്ട്, അല്ലെങ്കിൽ ബട്ട് വരും. അപ്പോൾ പി ആൻഡ് ക്യൂ ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പി ആൻഡ് ക്യൂ ആയിരിക്കും പിയുടെയും ക്യൂവിൻ്റെയും കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. പിയുടെയും ക്യൂവിൻ്റെയും, പിയും ക്യൂവും രണ്ട് പ്രൊപ്പോസിഷൻസ് ആണെങ്കിൽ അവരുടെ കൺജങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? പി ആൻഡ് ക്യൂ ആണ് അവരുടെ കൺജങ്ഷൻ എന്ന് പറയുക. ഇനി ഇതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്തതെന്ന് നോക്കിയേ. പി കൺജങ്ഷൻ ക്യൂ. ഇപ്പോൾ സിമ്പിൾ ഓർത്തിരിക്കുക കേട്ടോ, വി മറിച്ചിരുന്ന പോലത്തെ ഒരു സിമ്പിൾ. അപ്പം പി അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ലാംഡയില്ലേ, അതിൻ്റെ സിമ്പിളാണ് പി കൺജങ്ഷൻ ക്യൂ എന്നാണ് പറയുന്നത്. ദ കൺജങ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ട്രൂ വെൻ ബോത്ത് പി ആൻഡ് The conjunction of P and Q is true when both P and Q are true and is false otherwise. അപ്പോൾ എന്താണ് പറഞ്ഞത്? പിയുടെയും ക്യൂവിൻ്റെയും കൺജങ്ഷൻ എപ്പോഴാണ് ട്രൂ ആവുന്നത്? ഈ പിയും ക്യൂവും രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആവത്തുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അതായത് ഒരെണ്ണം ഫോൾസ് ആയാലും കൺജങ്ഷൻ ഫോൾസ് എന്നേ പറയത്തുള്ളൂ. അപ്പം പിയും ക്യൂവും രണ്ടും ട്രൂ ആവുന്ന കേസിൽ മാത്രമേ കൺജങ്ഷൻ എന്താവത്തുള്ളൂ? ട്രൂ ആവത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും കൺജങ്ഷൻ ഫോൾസ് എന്ന് പറയാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഇതുകൂടെ നോക്കുക കേട്ടോ. പി കൺജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ക്യൂ കൺജങ്ഷൻ പിയോട് ഈക്വൽ ആയിരിക്കും. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇനി അതും ഈ പറഞ്ഞ സെൻറ്റൻസ് ഇല്ലേ, പിയും ക്യൂവും ട്രൂ ആണെന്ന്, അതിന് നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കിയേ. പി കൺജങ്ഷൻ ക്യൂവിൻ്റെ ഒരു ട്രൂത്ത് ടേബിളാണ് ഇവിടെ തന്നേക്കെന്ന് നോക്കുക. പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണ്, പിയും ക്യൂവും ട്രൂ ആണ്. നമ്മൾ പറഞ്ഞു പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ കൺജങ്ഷൻ ട്രൂ ആയിരിക്കും. ഓക്കെ, പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ കൺജങ്ഷൻ ട്രൂ ആണ്. ഇനി പി ട്രൂ ആണ്, ക്യൂ ഫോൾസ് ആണ്. പി ട്രൂവും ക്യൂ ഫോൾസും നമ്മൾ പറഞ്ഞു രണ്ടും ട്രൂ ആവുന്ന കേസിൽ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആവത്തുള്ളൂ. ഒരെണ്ണമെങ്കിലും ഫോൾസ് ആയാൽ അതെന്തായിരിക്കും? ഫോൾസ് എന്നേ പറയുള്ളൂ. അപ്പോൾ പി ട്രൂ ആണ്, പക്ഷേ ക്യൂ ഫോൾസ് ആയതുകൊണ്ട് കൺജങ്ഷൻ എന്താവും? ഫോൾസ് ആവും. ഇനി പി എന്താണ്? പി ഫോൾസ് ആണ്, ക്യൂ ട്രൂ ആണ്, പക്ഷേ എന്താണ്? ഒരു ഫോൾസ് വന്നുകൊണ്ട് അത് ഓൾറെഡി ഫോൾസ് ആയി. ഇനി രണ്ടും ഫോൾസ് ആകുമ്പോഴും അത് ഫോൾസ് തന്നെയായി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. നോക്കാം, എക്സാമ്പിൾ നോക്കാം. ദ എർത്ത് ഈസ് റൗണ്ട്. പി എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ തന്നിരിക്കുന്നു. ദ എർത്ത് ഈസ് റൗണ്ട്. ക്യൂ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ തന്നിരിക്കുന്നു. ദ സൺ ഈസ് കോൾഡ്. അപ്പോൾ പി കൺജങ്ഷൻ ക്യൂ എന്താ? നമുക്ക് ആൻഡ് വെച്ചിട്ട് അവരെ കമ്പൈൻ ചെയ്യാം. ദ എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ദ സൺ ഈസ് കോൾഡ് അല്ലേ. അപ്പോൾ പി എന്ന് പറയുന്നത് എർത്ത് റൗണ്ട് ആണല്ലോ, അപ്പോൾ പി ട്രൂ ആണ്. സണ്ണ് കോൾഡ് അല്ലല്ലോ, ക്യൂ ഫോൾസ് ആണ്. അപ്പം പി കൺജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് എന്താവും? ഒരെണ്ണം ട്രൂവും ഒരെണ്ണം ഫോൾസും ആയ ട്രൂത്ത് ടേബിൾ അനുസരിച്ച് എന്താണ്? ഫോൾസ് ആണ് അല്ലേ. അപ്പം രണ്ടും ട്രൂ ആകുമ്പോൾ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആവത്തുള്ളൂ. അതും ഓർത്തിരിക്കുക. അടുത്ത നോക്കാം. അടുത്തതാണ് ഡിസ്ജങ്ഷൻ, അല്ലെങ്കിൽ അത് ഏത് വരുന്ന വരുന്ന കേസാണ് ഡിസ്ജങ്ഷൻ പറയുന്നത്. ലെറ്റ് പി ആൻഡ് ക്യൂ ബി പ്രൊപ്പോസിഷൻസ്. ദ ഡിസ്ജങ്ഷൻസ് ഓഫ് പി ആൻഡ് ക്യൂ ഈസ് എ പ്രൊപ്പോസിഷൻ പി ഓർ ക്യൂ. ഇനി എന്താണ് പറയുന്നത്? പിയും ക്യൂവും പ്രൊപ്പോസിഷൻസ് ആണ്, ഓർക്കുക. അപ്പോൾ ഡിസ്ജങ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് എ പ്രൊപ്പോസിഷൻ പി ഓർ ക്യൂ. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? പിയും ക്യൂവും പ്രൊപ്പോസിഷൻസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ പിയുടെ രണ്ട് പ്രൊപ്പോസിഷൻ നമ്മുടെ കയ്യിലുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ പിയും ക്യൂവും രണ്ട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, പിയും ക്യൂവും. ഇനി ഈ പിയുടെയും ക്യൂവിൻ്റെയും ഡിസ്ജങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർ വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. പി ഓർ ക്യൂ ആണ് പിയുടെയും ക്യൂവിൻ്റെയും ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺജങ്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പിയുടെയും ക്യൂവിൻ്റെയും കൺജങ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണമായിരുന്നു? പി ആൻഡ് ക്യൂ. ആൻഡാണ് അവിടെ യൂസ് ചെയ്തത്. ഇവിടെ ഡിസ്ജങ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർ ആണ്. അപ്പോൾ പി ഓർ ക്യൂ ആണ് പിയുടെയും ക്യൂവിൻ്റെയും ഡിസ്ജങ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ്, കൺജങ്ഷൻ്റെ വി നേരെ ഇടുന്ന പോലെ ആയിരുന്നു അല്ലെ, ലാംഡയുടെ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ വി മറിച്ചിടുന്നതാണ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഡിസ്ജങ്ഷനെ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. നോക്കിയേ, പി വി ക്യൂ അല്ല, വി പോലെ എഴുതുന്നതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ പി ഡിസ്ജങ്ഷൻ ക്യൂ ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന അത് ഓർത്തിരിക്കുക, സിമ്പൽ. The disjunction of P and Q is false when both P and Q are false. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്?
പിയും ക്യൂവും ഫോൾസ് ആണെങ്കിൽ പി ഫോൾസ് രണ്ടും ഫോൾസ് ആവുന്ന കേസിൽ എന്തായിരിക്കും പിയും പിയുടെയും ക്യൂവിൻ്റെയും ഡിസ്ജങ്ഷൻ ഫോൾസ് ആയിരിക്കും. നമ്മൾ അപ്പറേ കൺജങ്ഷൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു രണ്ടും ട്രൂ ആവുന്ന കേസിൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ടും ട്രൂ ആവുന്ന കേസിൽ കൺജങ്ഷൻ ട്രൂ ആവുന്ന കേസിൽ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്, രണ്ടും ഫോൾസ് ആവുന്ന കേസിൽ ഈ ഡിസ്ജങ്ഷനും ഫോൾസ് ആയിരിക്കും, എന്നാൽ ബാക്കിയുള്ള കേസിലെല്ലാം എന്തായിരിക്കും ട്രൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി ഡിസ്ജങ്ഷൻ ട്രൂ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ അവിടെ നമുക്ക് ഒരെണ്ണം ഫോൾസ് ആയിരുന്നെങ്കിൽ ബാക്കിയെല്ലാം ഫോൾസ് ആയേനെ. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. കൺജങ്ഷനിൽ നമ്മൾ പറഞ്ഞത് രണ്ടും ട്രൂ ആവുന്ന കേസിൽ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആണെന്ന് നമ്മൾ പറയത്തുള്ളായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി നമുക്ക്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ ഇതിനെ നമ്മൾ ട്രൂ എന്ന് പറയും. അപ്പം അവിടെ പറഞ്ഞ പോലെ തന്നെ പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ക്യൂ ഡിസ്ജങ്ഷൻ പിയോട് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഡിസ്ജങ്ഷൻ ഈസ് ട്രൂ ഇഫ് എയ്തർ വൺ ഓർ ബോത്ത് ആർ ട്രൂ. അപ്പം ഡിസ്ജങ്ഷൻ എപ്പോഴൊക്കെയാണ് ട്രൂ ആവുന്നത്, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി, അല്ലെങ്കിൽ രണ്ടും ട്രൂ ആവുന്ന കേസിലും ഡിസ്ജങ്ഷൻ ട്രൂ ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ നോക്കിയേ, അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ട്രൂ ആവുന്ന കേസിൽ പിയും ക്യൂവും ട്രൂ ആവുന്ന കേസിൽ പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇത് കണ്ടോ, ഇവിടെ അത് തന്നെ പി ട്രൂവും ക്യൂ ഫോൾസും ആവുന്ന കേസിലും ഇത് ട്രൂ ആകും. പി ഫോൾസും ക്യൂ ട്രൂ ആവുന്ന കേസിലും ഇത് ട്രൂ ആകും. ഇനി ഫോൾസ് ആവുന്ന എപ്പോൾ മാത്രമാണ് രണ്ടും ഫോൾസ് ആവുന്ന കേസിൽ മാത്രമാണ്. ഓക്കെ, ഇനി നോക്കിയേ എക്സാമ്പിൾ നോക്കുക. പി എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ തന്നിട്ടുണ്ട്. 5 + 10 എന്ന് പറയുന്നത് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ തന്നിരിക്കുന്നു. 15 ഈസ് എ റാഷണൽ നമ്പർ എന്ന്. അപ്പോൾ പി ഡിസ്ജങ്ഷൻ ക്യൂ എങ്ങനെ എഴുതാം, എങ്ങനെയാണ്, അവിടെ നമ്മൾ ആൻഡ് വെച്ച് എഴുതി കൺജങ്ഷനിൽ. ഇവിടെ നമ്മൾ ഓൾറെഡി ഓർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർ വെച്ചിട്ടാണ് 5 + 10 = 15 ആണ്, ഓർ 15 ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സോ ഇത് ട്രൂ ആണ്. ഇതിൽ ഒരെണ്ണം ട്രൂ ആയാൽ മതി ഡിസ്ജങ്ഷൻ എന്ന് പറയാനായിട്ട്. ഡിസ്ജങ്ഷൻ ട്രൂ ആണെങ്കിൽ ഇതിൽ ഒരെണ്ണം ട്രൂ ആയാൽ മതി. അപ്പം പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ മാറിപ്പോലും കേട്ടോ. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആയി കഴിഞ്ഞാൽ കൺജങ്ഷൻ ഫുള്ള് ഫോൾസ് ആയി പോവും. അതായത് എപ്പം മാത്രമേ ഇത് ട്രൂ ആകത്തുള്ളൂ, രണ്ട് കേസും ട്രൂ ആവുന്ന കേസിൽ മാത്രമേ കൺജങ്ഷൻ്റെ റിസൾട്ട് ട്രൂ ആകത്തുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഒരെണ്ണം ഫോൾസ് വന്നാൽ അത് എന്താവും, ഫോൾസ് ആവും. നേരെ ഓപ്പോസിറ്റാണ് ഡിസ്ജങ്ഷൻ എന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നോക്കിയേ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ കൺജങ്ഷൻ ആൻഡ് ഡിസ്ജങ്ഷൻ ഓഫ് പ്രപ്പോസിഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് പ്രപ്പോസിഷൻ തന്നിരിക്കുകയാണ് പിയും ക്യൂവും. അതിൽ ഡിസ്ജങ്ഷൻ എങ്ങനെയാണ് എഴുതാം അല്ലെങ്കിൽ കൺജങ്ഷൻ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് മനസ്സിലായെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പി എന്ന് പറയുന്നത് ടുഡേ ഈസ് ഫ്രൈഡേ, ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ. ഇനി നോക്കിയേ, പി കൺജങ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. കൺജങ്ഷൻ്റെ കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ആൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആൻഡ് വെച്ചിട്ട് എഴുതിയാൽ അത് കൺജങ്ഷൻ ആകും. എന്നാൽ ഡിസ്ജങ്ഷൻ എങ്ങനെ എഴുതാം, ഓർ വെച്ചിട്ട് എഴുതിയാൽ അത് ഡിസ്ജങ്ഷൻ ആകും. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ആ ഒരു ഇത് ഓർത്തിരുന്നാൽ മാത്രം മതി. ഏതാണ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരുന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതാവുന്ന കാര്യമുള്ളൂ. ഇനി നോക്കിയേ, എക്സ്ക്ലൂസീവ് ഓർ. ലെറ്റ് പി, അപ്പോൾ നമ്മളിപ്പം കൺജങ്ഷനും പഠിച്ചു ഡിസ്ജങ്ഷനും പഠിച്ചു. ഇനി അടുത്തതാണ് എക്സ്ക്ലൂസീവ് ഓർ. ലെറ്റ് പി ആൻഡ് ക്യൂ ബി പ്രപ്പോസിഷൻ. ദ എക്സ്ക്ലൂസീവ് ഓർ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് എ പ്രപ്പോസിഷൻ ദാറ്റ് ഈസ് ട്രൂ വെൻ എക്സാക്ട്ലി വൺ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ട്രൂ ആൻഡ് ഈസ് ഫോൾസ് അതർവൈസ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെറ്റ് പി ആൻഡ് ക്യൂ ബി പ്രപ്പോസിഷൻ. പിയും ക്യൂയും പ്രപ്പോസിഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, രണ്ട് പ്രപ്പോസിഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് എപ്പോഴാണ്, ഏതെങ്കിലും ഒരു വാല്യൂ മാത്രം, അതായത് ഒന്നില്ലെങ്കിൽ പിയുടെ വാല്യൂ അല്ലെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ ട്രൂ ആവുമ്പോൾ മാത്രമാണ് അത് ട്രൂ എന്ന് നമ്മൾ പറയത്തുള്ളൂ.
രണ്ടും ട്രൂ ആയാലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. രണ്ടും ഫോൾസ് ആയാലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ട്രൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി രണ്ടും സെയിം ആയിട്ട് വരുന്ന കേസാണ്, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ രണ്ടും സെയിം ആയിട്ട് പിയും ക്യൂവും ട്രൂ സെയിം എന്ന് ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ, രണ്ടും ട്രൂ ആയിട്ടോ രണ്ടും ഫോൾസ് ആയിട്ടോ. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് വരുന്ന കേസിൽ എന്താണ് എക്സ്ക്ലൂസീവ് ഓർ നമ്മൾ ഫോൾസ് എന്നാണ് പറയുന്നത്. എന്നാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേസ്, അതായത് ഒരെണ്ണം ട്രൂ ആണെങ്കിൽ, ഒരെണ്ണമെങ്കിലും ട്രൂ ആണ് എങ്കിൽ, ഒരെണ്ണം മാത്രം ട്രൂ ആണെങ്കിൽ, അങ്ങനെയാണ് പറയേണ്ട കേട്ടോ, ഒരെണ്ണം മാത്രം ട്രൂ ആണെങ്കിൽ നമ്മളതിനെ ട്രൂ എന്ന് പറയും. എന്നാൽ രണ്ടും ട്രൂ ആണെങ്കിൽ നമ്മളതിനെ ഫോൾസ് എന്നേ പറയത്തുള്ളൂ. രണ്ടും ഫോൾസ് ആണെങ്കിലും അതിനെ ഫോൾസ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് സിമ്പിൾ, ഒരു വട്ടത്തിനകത്ത് പ്ലസ് ഇടുന്ന പോലത്തെ സിമ്പിൾ, അത് ഓർത്തിരിക്കുക. അപ്പോൾ എല്ലായിടത്തെയും പോലെ തന്നെ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്നത് ക്യൂ എക്സ്ക്ലൂസീവ് ഓർ പിയോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിയേ ട്രൂത്ത് ടേബിൾ നോക്ക്. പി ട്രൂവും ക്യൂ ട്രൂവും ആകുമ്പം ഞാൻ പറഞ്ഞില്ലേ, രണ്ടും ട്രൂ ആവുന്ന കേസിൽ രണ്ടും ഒരുപോലെ വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ഫോൾസ് എന്നേ പറയത്തുള്ളൂ എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ. അപ്പം രണ്ടും ട്രൂ ആകുമ്പോഴത്തേക്കും എക്സ്ക്ലൂസീവ് ഓർ എന്താവും, ഫോൾസ് ആകും. ഇനി ഒരെണ്ണം ട്രൂ, പി ട്രൂ ആണ്, ക്യൂ ഫോൾസ് ആകുമ്പം അത് ട്രൂ. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ട്രൂ ആണെങ്കിൽ അതിനെ നമ്മൾ ട്രൂ എന്ന് പറയും. ഇനി പി ഫോൾസും ക്യൂ ട്രൂവുമാണെങ്കിൽ അത് ട്രൂ ആവും. ഇനി രണ്ടും ഫോൾസ് ആയാൽ അത് ഫോൾസ് ആവും. അപ്പം ഇത് മൂന്നും ഓർത്തിരിക്കണം, മാറിപ്പോകരുത്. ഓരോന്നും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടും ഫോൾസ് ആണെങ്കിൽ ആണെന്ന് ഓർക്കുക. അങ്ങനെ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇത് ട്രൂ ആവുന്നത് അത് മാത്രം ഓർത്തിരിക്കുക. ഫോൾസിൻ്റെ കാര്യം ബാക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കുക. എക്സാമ്പിൾ പി നോക്ക്. പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ 9 ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനിൽ 5 + 4 എന്ന് പറയുന്നത് 9 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കുക, അപ്പോൾ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്നത് 9 ഗ്രേറ്റർ ദാൻ 4, 9 4നേക്കാളും ഗ്രേറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ. ഓർ 5 + 4 = 9. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതും ശരിയാണ്. നോക്കുക, ഇവിടെ എന്താണ്, പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണ്, രണ്ടും ട്രൂ ആണ്. പക്ഷേ എന്താണ്, രണ്ടും ട്രൂ ആവുന്ന കേസിൽ എക്സ്ക്ലൂസീവ് ഓർ എന്താകും, ഫോൾസ് ആകും. അപ്പം അത് ഫോൾസ് ആണ്. അപ്പോൾ അത്രയും, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കുക. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം, എന്താണ് കൺജങ്ഷൻ, എന്താണ് ഡിസ്ജങ്ഷൻ, എന്താണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് മാറിപ്പോരുത്. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ്, പി ആൻഡ് ക്യൂ ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് അല്ലെങ്കിൽ ബട്ട് വരുന്ന കേസിലാണ് നമ്മൾ മെയിനായിട്ടും ആൻഡ് എന്ന് ഓർത്ത് വെക്കുക. പി ആൻഡ് ക്യൂ ആണ് കൺജങ്ഷൻ്റെ കേസിൽ പറയുന്നത്. അതിൻ്റെ സിമ്പൽ ഓർത്ത് വെക്കുക. പിന്നെന്താണ്, ട്രൂത്ത് ടേബിൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. എന്താണ്, രണ്ടെണ്ണവും ട്രൂ ആകുമ്പോൾ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആകത്തുള്ളൂ. ബാക്കി എല്ലാ കേസിലും അതെന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഇനി അടുത്തത് ഡിസ്ജങ്ഷൻ്റെ കേസിൽ കൺജങ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, പി, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർ ആയിരിക്കും. പി ഓർ ക്യൂ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ സിമ്പൽ ഓർത്ത് വെക്കുക. പിന്നെ അതിൻ്റെ കേസിൽ എന്താ പറയുന്നത്, എപ്പോഴൊക്കെ ഇത് ട്രൂ ആകത്തുള്ളൂ, രണ്ടും ട്രൂ ആവുന്ന കേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആവുന്ന കേസിലോ ഇത് ട്രൂ ആയിരിക്കും. ബാക്കി രണ്ടും ഫോൾസ് ആവുന്ന കേസിൽ മാത്രമേ ഇത് ഫോൾസ് ആവത്തുള്ളൂ. ഇനി എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ എന്താണ്, പിയും ക്യൂവും രണ്ട് പ്രൊപ്പോസിഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇനി എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ എന്താ വരുന്നത്, അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ പിയും ക്യൂവും ട്രൂ ആവുന്ന കേസിൽ എന്താണ്, ഫോൾസ് ആകും. അതായത് രണ്ടും സെയിം വരുന്ന കേസിൽ അത് ഫോൾസ് ആയിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ട്രൂ ആവുന്ന കേസിൽ മാത്രമേ അത് ട്രൂ ആവത്തുള്ളൂ. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ട്രൂ ആവുന്ന കേസിലേ അത് ട്രൂ ആവത്തുള്ളൂ. രണ്ടും ട്രൂ ആവുന്ന കേസിലോ രണ്ടും ഫോൾസ് ആവുന്ന കേസിലോ അത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ അത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഇതെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.